നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. മായ ഡിസൈനർ ജ്വല്ലറിയുടെ 9 ക്യാരറ്റ് ആൻഡ് 18 ക്യാരറ്റ് ഓർണമെൻറ്റ്സിൻ്റെ ഒരു റീൽ ഷൂട്ട്. അപ്പം നാളത്തേക്ക് നമ്മൾ 3 ലുക്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 ലുക്സിനുള്ള ഓർണമെൻറ്റ്സ് വന്ന് ഞാനും ഡോക്ടർ റോഷ്മയും കൂടി ചൂസ് ചെയ്ത് വെച്ചു പോയി. ചൂസ് ചെയ്ത 3 പീസുകളും ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടമായി. പേഴ്സണലി പർച്ചേസ് ചെയ്യുന്നത് നല്ല ആഗ്രഹം തോന്നി. അപ്പോൾ ഷൂട്ട് ഡേയുടെ അന്ന് മോർണിംഗ് ഒരു 8 ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലുക്ക് വരുന്നത് ഒരു ഡിന്നർ ഡേറ്റ് ആണ്. ഡിന്നർ ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തതൊരു ഹൈ അപ്ഡു ആണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. ഫേസ് മേക്കപ്പ് ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു ഗ്ലാം ലുക്കാണ് ചെയ്തത്. ന്യൂട്രൽ ആയിട്ടുള്ള ബ്രൗൺ ഷേഡോസ് ആൻഡ് ബ്രൗൺ ലിപ്സാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലുക്ക് വന്നിട്ടൊരു ഓഫീസ് മീറ്റിംഗ് ലുക്കായിരുന്നു. ഓഫീസ് മീറ്റിംഗ് ലുക്കിൽ എനിക്ക് ലിപ്പിൻ്റെ കളർ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നുള്ളൂ. ആൻഡ് ഹെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാക്കി കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലുക്കാണ് കൊടുത്തത്. ഇതിനു വേണ്ടി നമ്മൾ ചൂസ് ചെയ്ത ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇയർ കഫ്സും അതേപോലെ തന്നെ ലെയേർഡ് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ് ചൂസ് ചെയ്തത്. സ്റ്റൈലിങ്ങും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് ഇതായിരുന്നു, ഓഫീസ് മീറ്റിംഗ് ലുക്ക്. തേർഡ് ലുക്ക് എന്ന് പറയുമ്പോൾ ഡോക്ടറിന് ഓഫീസിന് പോകുന്ന ഒരു ലുക്കാണ്. മോർണിംഗ് റഷും അതേപോലെ ഓഫീസ് ലുക്കിന് ചേർന്ന ഒരു സാരിയാണ് നമ്മൾ അതിന് സ്റ്റൈൽ ചെയ്തിരുന്നത്. സാരിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ വിത്ത് കേൾസും സാരിയുടെ കളറിനോട് സ്യൂട്ടാവുന്ന ഒരു ലിപ് ഷെയ്ഡും കൂടി കൊടുത്തു. സ്റ്റൈൽ ചെയ്ത് വന്നപ്പോൾ ഓർണമെൻറ്റ്സും സാരിയും എല്ലാം ഡോക്ടറിന് നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ മോർണിംഗ് 11:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഷൂട്ട് ഒരു 1:30 ആകുമ്പോഴത്തേക്കും ദിയ നല്ല അടിപൊളിയായി പാക്കപ്പ് ചെയ്തു.